Walk into any bakery in Kerala and you'll find these, our very own puffs. Egg puffs, meat puffs, vegetable puffs, and many more. But have you ever wondered who first made them or when they came to Kerala? Let's find out. Welcome back to Served Since. This time we are at Cochin Bakery, one of Kerala's oldest bakeries, to uncover the story behind one of Kerala's favorite bakery snacks. Back in 1939, four brothers from Talasheri arrived in Kochi with one dream: to build a bakery. Trained by the legendary Mambali Bapu, the pioneer of Kerala's bakery industry, they opened a small outlet on Cannon Shed Road. കൊച്ചിൻ ബേക്കറി തുടങ്ങിയത് 1939 അത് 4 സഹോദരന്മാർ കൂടി തുടങ്ങിയതാണ്. കരുണാകരൻ, അച്യുതൻ, കുമാരൻ, ബാലകൃഷ്ണൻ, അങ്ങനെ 4 സഹോദരന്മാരാണ് കൊച്ചിൻ ബേക്കറി തുടങ്ങുന്നത്. 1939 അന്ന് അതിന് പേരില്ല, ഒരു ബേക്കറി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിലോട്ടൊക്കെ അവിടുന്ന് അപ്പം കൊണ്ടുപോകും. അന്ന് ഗോതമ്പപ്പം എന്നാണ് പറയുക ബ്രെഡിനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രോഡക്റ്റ് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് എവിടെ നിന്ന് മേടിച്ചതാണെന്ന് അറിയാൻ പറഞ്ഞു കൊടുക്കാൻ പേരില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിനൊരു പേരിടണം എന്ന് പറഞ്ഞു പലരുടെയും അഭിപ്രായം വന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടി ആലോചിച്ചു. ആ നഗരത്തിൻ്റെ പേര് തന്നെ അതിനിട്ടതാണ്. ആ കൂടിയാലോചനയിൽ വൈക്കം മുഹമ്മദ് ബഷീറും ഉണ്ട്. അങ്ങനെ അന്ന് റോട്ടിൽ പുസ്തകം വിറ്റ് നടന്നിരുന്നൊരു കാലമാണ്. പിന്നെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ഇറങ്ങി, ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡും ഒന്നിച്ചാണ് എറണാകുളത്ത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന റോഡിലാണ് കാനൺ ഷെഡ് റോഡ് എന്ന് പറയുന്ന, അവിടെയാണ് ബേക്കറി ആദ്യം തുടങ്ങിയത്. റോഡിൽ നടന്ന് വിൽക്കലായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അതിന് വല്യച്ഛൻ അങ്ങേർക്ക് ഒരു അലമാരിയും ഒരു സ്റ്റൂളും കൊച്ചിൻ ബേക്കറീൻ്റെ ഒരു മൂലയിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇനി ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ ആദ്യത്തെ ബഷീറിൻ്റെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന കൊച്ചിൻ ബേക്കറീൻ്റെ ഉള്ളിലാണ്. അന്നത്തെ അഡ്രസ്സ് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, കെയർ ഓഫ് കൊച്ചിൻ ബേക്കറി, അങ്ങനെയാണ്. പിന്നെ അദ്ദേഹത്തെ കാണാൻ ഒരുമാതിരി ആ കാലത്തുള്ള എല്ലാ ഈ സാഹിത്യകാരന്മാരും വരും. ജി ശങ്കരപ്പ്, എം എ പോള്, അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള അവരൊക്കെ വന്നാലും ഈ ബഷീറിനെ കാണാൻ വരുന്നുണ്ടെങ്കിലും അതൊക്കെ വരുന്നത് കൊച്ചിൻ ബേക്കറിയിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകത്തിലും കൊച്ചിൻ ബേക്കറിയും ഒരു കഥാപാത്രം ആയിട്ടുണ്ട്. Long before supermarkets and packaged bread, bakeries like these changed the way Kerala ate. പണ്ട് റൊട്ടിന്നോ ഇല്ലെങ്കിൽ ബ്രെഡെന്നോ അതല്ല പറയുക, ഗോതമ്പപ്പം എന്ന് പറയുന്നത്. ഗോതമ്പപ്പൊക്കെ റേഷനാണ്. കൊച്ചിൻ ബേക്കറിക്ക് ഓർഡർ വരണമെങ്കിൽ, ഗവൺമെൻറ് തലത്തിലുള്ള ഓർഡർ വരണമെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിനാണ് ഓർഡർ കൊടുക്കുക. ഇന്ത്യൻ കോഫി ഹൗസാണ് കൊച്ചിൻ ബേക്കറിക്ക് ഓർഡർ കൊടുക്കുക. പക്ഷെ അത് ഓർഡർ കൊടുക്കുമ്പോൾ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കണം, ഇല്ലേ ബിസ്ക്കറ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിനുള്ള മൈദയും കൂടി അവർ തരണം, എന്നാലേ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മാർക്കറ്റിൽ മൈദയില്ല, മൈദ കിട്ടില്ല നമുക്ക്. അങ്ങനെയാണ് ആ കാലത്ത്. അങ്ങനെ മൈദയും കൂടി കിട്ടിയാലേ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ളൂ. പിന്നെ അന്ന് ഈ പറയുന്ന ഗോതമ്പപ്പം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അന്നിങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നതാണ്. അത് തലശ്ശേരിയിലൊക്കെ ഉണ്ട്, ഇങ്ങനെ കൊട്ടയിൽ കൊണ്ടുവന്ന്. എറണാകുളത്തെത്തിയപ്പോൾ കൊട്ട മാറി ടിന്നിലാക്കി രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകുമായിരുന്നു ഈ ബ്രെഡും പലഹാരങ്ങളും. അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ റൊട്ടി മോശമായിരുന്നു. അപ്പോൾ രാജകൽപ്പന വന്ന് കൊച്ചിൻ ബേക്കറീൻ്റെ ലൈസൻസ് കട്ട് ചെയ്തേക്ക്, ഇനി കൊച്ചിൻ ബേക്കറി വേണ്ട. അപ്പോൾ പിന്നെ ഈ നമുക്ക് സങ്കടം ബോധിപ്പിക്കാനുള്ളൊരവസരം കിട്ടും. ആ ഇതിൽ അവിടെ സങ്കടം ബോധിപ്പിച്ചാണ് റേഷൻ കിട്ടിയ മൈദേനെ കൊണ്ടാണ് അത് ഉണ്ടാക്കിയെന്ന്. അത് ബോധ്യപ്പെട്ട രാജാവ് രണ്ടാമത് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞ് ഇനി അവർക്ക് സ്പെഷ്യൽ മൈദ കൊടുക്കണം. അവർ ഇംഗ്ലീഷുകാരും വലിയ ഉദ്യോഗസ്ഥന്മാരും മേടിക്കുന്നതാണ്, അതുകൊണ്ട് സ്പെഷ്യൽ മൈദ അവർക്ക് കൊടുക്കണം എന്നുള്ള രാജ കൽപ്പനയായിരുന്നു. Then came the 1960s. That's when the puff made its entry. 60 കാലഘട്ടത്തിലാണ് പഫ്സ് ഇറങ്ങുന്നത്. അത് ബോംബെയിൽ നിന്ന് ഒരാൾ വന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ആദ്യം. അന്ന് എറണാകുളത്തൊക്കെ മട്ടൺ പഫ്സാണ് ഉണ്ടാക്കുക.
കൊച്ചിൻ ബേക്കറി ഒരുമാതിരിയല്ല, എപ്പോഴും മട്ടൺ പപ്സിനോടായിരുന്നു താല്പര്യം. പിന്നെ ഇപ്പോൾ വില കയറിയപ്പോൾ മട്ടൺ എന്നുള്ള രീതി നിർത്തി ചിക്കനിലോട്ട് വന്നതാണ്. കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കോട്ടയത്തൊക്കെ പപ്സിൻ്റെ ഇത് വന്നത്. കോട്ടയത്തൊക്കെ വരുമ്പോഴേക്കും അതെല്ലാം മീറ്റ് പപ്സ് അത് ബീഫിലേക്ക് പോയി. അങ്ങനെ മീറ്റ് പപ്സാണ് കോട്ടയം സൈഡിലോട്ടൊക്കെ പപ്സിൻ്റെ. Inspired by European-style pastry, local bakers began experimenting with flaky layers and savory fillings. What started as a simple snack soon became a bakery favorite. The egg puff arrived a little later. Simple, filling and affordable, it quickly became the snack generations of Malayalis grew up with. മുട്ട പപ്സ് 73-74 കാലഘട്ടത്തിലാണ് മുട്ട പപ്സ് ഇറങ്ങുന്നത്. അതിനു മുമ്പ് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മുട്ട ബജിയാണ്. മുട്ട പപ്സൽ അല്ല, ബജി. അത് ഈ കടലമാവിൽ മുക്കിയെടുക്കൂലേ, അങ്ങനത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. പപ്സ് ഉണ്ടാക്കിയ 73-74 കാലഘട്ടത്തിലാണ്. Today, it wouldn't be a Kerala bakery without a tray of freshly baked egg puffs waiting by the counter. Of course, Cochin Bakery is known for far more than just puffs. Its Japanese cake, butter beans, tea rusks and bread have all become favorites over the years. Even the royal family of Cochin, along with dignitaries including Lord Mountbatten and Lord Wavell, counted among its customers. The story of Cochin Bakery didn't stop in Kochi. As members of the family established bakeries across Kerala, they carried Thalasheri's baking traditions with them, helping shape the bakery culture we know today. 1957 MG റോഡിൽ കൊച്ചിൻ ബേക്കറി തുടങ്ങുന്നത്. അന്ന് 70 ഫീറ്റ് റോഡിന്ന് ഏറ്റവും വീതി കൂടിയ റോഡ്, അവിടെ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കൊച്ചിൻ ബേക്കറി തുടങ്ങിയതാണ്. 57 അന്നത്തെ ഹൈക്കോടതി ജഡ്ജാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിൽ ചങ്ങനാശ്ശേരി പോയി മൂത്ത ഏട്ടൻ്റെ കൂടെ. അതിനു മുമ്പ് ഒരു 6-7 കൊല്ലം ഞാൻ അച്ഛൻ്റെ കൂടെ വന്നിട്ടാണ് ഈ ബേക്കറി പണി പഠിച്ചത്. ഈ ബേക്കറി പണി പഠിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് പഠിച്ചതാണ്. അച്ഛൻ്റെ കൂടെ നിന്ന് ഇതിൻ്റെയൊക്കെ കേട്ട് പഠിച്ചതല്ല, ചെയ്ത് പഠിച്ചതാണ്. ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 100 രൂപയുടെ കച്ചവടം ഉണ്ടായിരുന്നുള്ളൂ. 15 കൊല്ലം കൊണ്ട് അതൊരു 13,000 രൂപേൻ്റെ കച്ചവടം എത്തി. പക്ഷേ അതിൽ കുറേ വെറൈറ്റികളന്ന് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. SB കോളേജിലെ കുട്ടികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത്. പിന്നെ അവർ പറയും പപ്സിൻ്റെ മണം ഇവിടെ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു എന്നാണ് പറയുക അവിടുത്തെ കുട്ടികൾ. 86 ഞാൻ കോഴിക്കോടിൽ വന്നു. കോഴിക്കോട് ഇതേപോലെ തന്നെ തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് എന്നുണ്ടെങ്കിൽ കുറേ വെറൈറ്റി സാധനങ്ങൾ. അന്നും കോഴിക്കോട് ബർത്ത്ഡേ കേക്കൊന്നും കിട്ടില്ല ഞാനിവിടെ വരുമ്പോൾ. നമ്മൾ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ഉണ്ടാക്കിത്തരും എന്നല്ല, റെഡിമെയ്ഡ് കേക്ക് കിട്ടില്ല. അതിൽ തന്നെ ചോക്ലേറ്റ് കേക്കും ഇവിടെ ആ സമയത്തൊന്നുമില്ല. എല്ലാം ഈ പഴയ ഫോണ്ടൻറ്റ് കേക്കുകളാണ്. ക്രിസ്മസ് കേക്കില്ലേ കോട്ടയത്തൊക്കെ, ഇപ്പോൾ കോട്ടയത്ത് അതൊന്നും അങ്ങനെ കിട്ടുന്നില്ല. ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്ന ഒരു സാധനം അതിപ്പോഴത്തെ ജോലിക്കാർക്ക് അറിയില്ല. അത് ആ മുകളിലൊഴിക്കുന്ന ആ ഫോണ്ടൻറ്റ് അത് ഉണ്ടാക്കാനായിട്ട്. 2000 ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 3 ബ്രാഞ്ച് ഉണ്ടായിരുന്നു എനിക്ക്. 2000-ലായപ്പോൾ ഞാൻ മംഗലാപുരത്ത് തുടങ്ങി. 26 കൊല്ലമായി അവിടെയും 5-6 ബ്രാഞ്ചുണ്ട്. പക്ഷേ ആ ചെന്ന സമയത്തൊക്കെ എല്ലാവർക്കും സംശയമായിരുന്നു നമ്മളെ കേരള പ്രോഡക്റ്റ് അവിടെ നീങ്ങൂ, വെളിച്ചെണ്ണ നീങ്ങൂല്ല, അതിലുണ്ടാക്കിയ സാധനം. ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും വെളിച്ചെണ്ണ ഉള്ളത് മതി ഇപ്പോൾ. പിന്നെ കട തുടങ്ങുന്നതിലൊന്നും അല്ല, എനിക്ക് കൂടുതൽ കട തുടങ്ങുന്നതിലൊന്നും അല്ല താല്പര്യം. നല്ലത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതും മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സൈസ് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെയാണ്. ഈ ഗീ കേക്ക് കഴിച്ചിട്ടുണ്ടോ? ഗീ കേക്ക് എന്ന് പറയുന്നൊരു സാധനം കഴിച്ചിട്ടുണ്ടോ? ഗീ കേക്ക് ശരിക്കും ആർക്കും ഉണ്ടാക്കാൻ പാടില്ല, എൻ്റെതാണ്, എനിക്ക് ട്രേഡ് മാർക്കുള്ളതാണ്. ഞാൻ കണ്ടുപിടിച്ച കേക്കാണത്. 1992 ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഞാനത്. എനിക്കൊരു കാപ്പി കുടിക്കാം. In 2006, it even entered the Limca Book of Records by creating a 217-foot cake
one of the longest and most intricately designed cakes ever made in Kerala. Today, every flaky egg puff, every loaf of bread, and every slice of cake carries a little piece of that history. And the next time you reach for an egg puff at your neighborhood bakery, you'll know that its story began long before it reached that display shelf. Serve Sense is about the places that shaped Kerala's food culture. And Cochin Bakery has been doing exactly that since 1939.